ഏപ്രിൽ 3 നടക്കുന്ന നെമ്മാറ വല്ലങ്ങി വേലയുടെ അവലോകന യോഗം നടന്നു. നെമ്മാറ വല്ലങ്ങി ദേശഭാരവാഹികൾ വേല നടത്തിപ്പിനുള്ള നടപടിക്രമങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. പഞ്ചായത്തും വിവിധ വകുപ്പുകളും വേലയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഒരുക്കങ്ങളും നടപടികളും വിവിധ വകുപ്പ് പ്രതിനിധികൾ വിശദീകരിച്ചു. പോലീസ്, റവന്യൂ, വനം, സോഷ്യൽ ഫോറസ്ട്രി, മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, ഭക്ഷ്യസുരക്ഷ, അഗ്നിരക്ഷാസേന, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, വൈദ്യുതി ബോർഡ്, ജല അതോറിറ്റി, ജൽജീവൻ മിഷൻ, പൊതുമരാമത്ത് റോഡ് വിഭാഗം എന്നീ വകുപ്പുകളുടെ പ്രതിനിധികൾ കൈക്കൊണ്ട നടപടികളും ആവശ്യങ്ങളും വിശദീകരിച്ചു. വെടിക്കെട്ട്, ശുദ്ധജല വിതരണം, തടസ്സമില്ലാത്ത വൈദ്യുതി, എഴുന്നള്ളിക്കുന്ന ആനകളുടെ പരിപാലനം, ഉത്സവ നടത്തിപ്പിന്റെ സമയക്രമം, ആംബുലൻസ് സേവനങ്ങൾ, ട്രാഫിക് നിയന്ത്രണം, കുടിവെള്ള വിതരണം. കെ ബാബു MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നെമ്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ സ്വാഗതം പറഞ്ഞു. തലേ ദിവസം വന്ന് അതിരാവിലത്തെ വെടിക്കെട്ടുകൂടെ കണ്ടിട്ട് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എത്ര മണിക്കൂറാണ് ക്ഷമിച്ചു നിൽക്കുക. അപ്പോൾ അത്തരമൊരു പ്രശ്നം ഉണ്ടായാൽ അത് ലോ ആൻഡ് ഓർഡർ പോലീസിനാണ് അത് പാലിക്കേണ്ടി വരിക. അത് ബഹുമാനപ്പെട്ട SP കഴിഞ്ഞ തവണ പൂർണ്ണമായും ആ ഉത്സവം കഴിയുന്നത് വരെ ഉണ്ടായിരുന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു അനുഭവമില്ലാതെ നമുക്ക് പോകേണ്ടി വന്നത്. ഒന്നിച്ചു കയറും ആളുകൾ. അപ്പോൾ അതൊക്കെ സമയം പാലിച്ച് പലപ്പോഴും അത്തരം പ്രശ്നങ്ങൾ അപ്പം പറഞ്ഞു തീർക്കുന്ന പതിവാണുള്ളത്. നമുക്ക് നമ്മുടെ വേല നന്നായി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ദേശവും മത്സരിച്ച് വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും വരും. അതുകൊണ്ട് നമ്മുടെ സമയത്തിനപ്പുറത്ത് ഒരു അരമണിക്കോ അതിനപ്പുറത്തേക്ക് പോകുന്നത് അപകടം നമ്മൾ സ്വയം വിളിച്ചു വരുത്തും. വല്ലങ്ങി ദേശം പ്രതിനിധികളായി കോർഡിനേറ്റർ കൃഷ്ണകുമാർ, സെക്രട്ടറി സേതുമാധവൻ, പ്രസിഡന്റ് CL ജയകൃഷ്ണൻ, നെമ്മാറ ദേശം പ്രതിനിധികളായി സെക്രട്ടറി K പ്രശാന്ത്, പ്രസിഡന്റ് K രാജഗോപാൽ, കാരണവർ P സുധാകരൻ, ചിറ്റൂർ തഹസിൽദാർ അബൂബക്കർ സിദ്ദീഖ്, ആലത്തൂർ DYSP N മുരളീധരൻ, DFO P പ്രവീൺ, സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ V വിവേക്, നെല്ലിയാമ്പതി റേഞ്ച് ഓഫീസർ C ഷരീഫ്, ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V രജനീഷ്, ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ A ആരിഫ്, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ R രാധാകൃഷ്ണൻ, KCB AET A ഷെരീഫ് തുടങ്ങി വിവിധ വകുപ്പ് ജീവനക്കാർ സംസാരിച്ചു. ആന പോകുന്ന വഴിയിലും ആ ഭാഗത്തൊക്കെ ഒരു 5-6 പ്രാവശ്യം ഈ ടാങ്കറിൽ കൊണ്ടുകൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ചെയ്യണം. പിന്നെ വെടിക്കെട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ വോളണ്ടിയേഴ്സ് മൊത്തം പോയിട്ട് കുഴിയാണ് പരിപാടി നടക്കുന്നത്. ഒരു 5-6 ആൾക്കാരെ വരികയാണെങ്കിൽ പോവാം. പിന്നെ ഡിസ്പ്ലേ ലൈസൻസ് ഈ വെടിക്കെട്ട് നടത്തുന്നവർക്ക് വെറും 15 കിലോന്റെ ലൈസൻസ് വെച്ചിട്ട് 25,000 കിലോ പൊട്ടിക്കാൻ സമ്മതിക്കും. ഒരു മര്യാദയൊക്കെ. അപ്പോൾ 15 കിലോന്റെ നിങ്ങൾ പൊട്ടിക്കുന്നതിനനുസരിച്ച് ലൈസൻസിന്റെ ഒക്കെ നേരത്തെ SP സാറ് ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ദേശത്തിൻ്റെ ആണെങ്കിലും ഞാൻ ചിറ്റൂർ താലൂക്കുകാരനാണ്. ഇത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ആണ് ഈ ഒരു വെടിക്കെട്ട് എന്ന് പറഞ്ഞ ആനയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ നാട്ടുകാർ വെടിക്കെട്ട് കാണണമെന്നാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോലീസിൻ്റെ സഹകരണം ബാബു സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്. പക്ഷേ നിയമപരമായി പാലിക്കേണ്ട ചില മര്യാദകൾ എന്തായാലും പാലിക്കണം. വേല നടത്തിപ്പിന്റെ തുടർ ചർച്ചകൾ പഞ്ചായത്ത് തലത്തിലും പോലീസ് തലത്തിലും പിന്നീട് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു.